കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടപ്പള്ളി ടോൾ യൂണിറ്റ് വാർഷിക പൊതുയോഗത്തിൽ മന്ത്രി പി രാജീവിന് രൂക്ഷ വിമർശനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപ്പള്ളി ടോളിലുണ്ടായ വെള്ളക്കെട്ടാണ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുയരാൻ കാരണം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടപ്പള്ളി ടോൾ യൂണിറ്റ് വാർഷിക പൊതുയോഗവും 2024-26 ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു. സൗത്ത് കളമശ്ശേരിയിലെ ഹോട്ടൽ സി പാർക്കിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മന്ത്രി പി രാജീവിനെതിരെ രൂക്ഷ വിമർശനവുമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപ്പള്ളി ടോളിലുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് വ്യാപാരികൾക്ക് ഏറെ ദുരിതമാണുണ്ടായതെന്നും ഇനിയും വെള്ളക്കെട്ടുണ്ടായാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പതാകയുമേന്തി പ്രവർത്തകരും കച്ചവടക്കാരും ഉപഭോക്താക്കളും ചേർന്ന് വലിയൊരു പ്രതിഷേധ പ്രകടനമായിരിക്കും മന്ത്രി ഇനി കാണാൻ പോകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെതിരെ വ്യാപാരികൾ പ്രമേയവും പാസാക്കി. ഇടപ്പള്ളിയിലെയും ടോളിലെയും ഇരിമരക്കാർ റോഡിലെയും നമുക്കറിയാം, കേരളത്തിൻ്റെ തന്നെയല്ല എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപ്പള്ളി ടോളിലെ വെള്ളപ്പൊക്കറ്റിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. വാഹനങ്ങൾ പോലും ഇപ്പോൾ ഇതിൽ വരാതെ NH-16 വഴിയും സീപോർട്ട് എയർപോർട്ട് വഴിയും കടന്നു പോകുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് ഇടപ്പള്ളി ടോളിലെയും കളമശ്ശേരിയിലെയും വ്യാപാരികൾക്ക്. ദീർഘദൂര യാത്രയിൽ ഒരു വിശ്രമം എന്ന നിലയിൽ ടോളിൽ വിശ്രമിച്ച് ചായ കുടിച്ചും സാധനങ്ങൾ പർച്ചേസ് ചെയ്തും പോയിരുന്ന ചെറുകിട വ്യാപാരികൾ ആശ്രയിച്ചിരുന്ന ഉപഭോക്താക്കളെല്ലാം റൂട്ട് മാറിപ്പോയി തുടങ്ങി. ഓരോ തവണയും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ കടയിലേക്ക് വെള്ളം ഇരച്ചു കയറുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ കളമശ്ശേരി മുനിസിപ്പാലിറ്റി അതാത് സമയത്തെ MLA-മാരും മന്ത്രിമാരും കളമശ്ശേരിയെ പ്രതിനിധീകരിക്കുന്നവരും വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഏകദേശം 6 വർഷക്കാലത്തോളം നിരന്തരം വെള്ളം കയറി ഏകദേശം 4.5 കോടി രൂപയുടെ നഷ്ടം ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ട് വ്യാപാരികൾക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് പ്രതീക്ഷയിലിരിക്കുമ്പോഴും മെട്രോ വന്നതോടുകൂടി അതിൻ്റെ പ്രയാസങ്ങൾ വർദ്ധിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിലൊരു തീരുമാനമുണ്ടാക്കാതെ മടങ്ങുകയില്ല എന്ന തീരുമാനത്തോടു കൂടി എല്ലാ വ്യാപാരികളെയും 4 മണിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച 4 മണിക്ക് വ്യാപാര ഭവനിലേക്ക് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചതിന് രാത്രി 9:30 മണിക്ക് 10 മിനിറ്റ് ഉള്ളപ്പോൾ മന്ത്രിയുടെ പ്രസ്താവന വന്നു. എന്താ, ഞാൻ പത്തടിപ്പാലം ഗസ്റ്റ് ഹൗസിൽ നിങ്ങളുടെ എല്ലാവരും യോഗം വിളിച്ചിട്ടുണ്ട്. നമ്മൾ വിളിച്ചു പറഞ്ഞത് സജീവ നമ്മുടെ വനിതാ വിങ്ങിന് ട്രഷററും കൗൺസിലറുമായ ബിന്ദു മനോഹരനാണ്. അപ്പം ഞാൻ വളരെ വ്യക്തമായി തന്നെ ബിന്ദു മനോഹരനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മതിയായി, ഞങ്ങൾ മന്ത്രിയുടെ വീട് ഉപരോധിക്കും, ഞങ്ങൾ മന്ത്രിയുടെ ഓഫീസ് ഉപരോധിക്കും. നല്ല മഴയത്ത് വനിതാ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം മുട്ടോളം വെള്ളത്തിൽ ഇഴഞ്ഞുകൊണ്ട് പതാകയുമെന്ന് ഞങ്ങൾ മന്ത്രിയെ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നമ്മളെ വിളിച്ച് എല്ലാവരോടും പറഞ്ഞത്. പിറ്റേ ദിവസം 4 മണിക്ക് വാർത്താ സമ്മേളനം PW ഗസ്റ്റ് ഹൗസിൽ നിന്നും ഷെരീഫ് മരക്കാരൻ്റെ വീട്ടിലേക്ക് മാറി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെയും മാറി, വനിതാ തിയേറ്ററിലേക്ക് മാറി. അങ്ങനെ 3ാമത്തെ ഇടത്ത് നമ്മളെല്ലാവരും ഇരകളും ഞങ്ങൾ അടക്കമുള്ളവർ അവിടെ 3 മണിക്കെത്തി. പിന്നീട് നടന്നതെല്ലാം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. മന്ത്രി ഒന്നിരിക്കാൻ പോലും തയ്യാറാകാതെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പുള്ളി പോയി. പക്ഷെ അവിടെ ഒരു സ്ഫോടാത്മകമായ അന്തരീക്ഷമായിരുന്നുള്ളത് ശരിയാണ്. കാരണം ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി, വ്യാപാരികൾക്ക് മടുത്തു തുടങ്ങി. മുട്ടോളം വെള്ളത്തിൽ ഇഴഞ്ഞാണ് ഉപഭോക്താക്കൾ അങ്ങോട്ട് എത്തുന്നത്. ആ ഒരു കാര്യത്തിലുള്ള പ്രമേയമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. എറണാകുളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ഇടപ്പള്ളി കണ്ടിട്ടില്ലാത്ത രീതിയിൽ, കളമശ്ശേരി മുനിസിപ്പാലിറ്റി കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സമരം സംഘടിപ്പിക്കാനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടപ്പള്ളി ടോൾ യൂണിറ്റിന്റെ നിലപാട്. ഈ നിലപാടിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പരസ്പരം ഈ മെസ്സേജ് കൈമാറുക. ഇനിയൊരു പ്രളയം അവിടെ മുങ്ങുന്ന സമയത്ത് കേരള വ്യാപാരി വ്യവസായിയുടെ പതാകയുമേന്തി പ്രവർത്തകരും ഉപഭോക്താക്കളും കച്ചവടക്കാരും ആരംഭിക്കുന്ന പ്രകടനമായിരിക്കും മന്ത്രി ഇനി കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഈ പ്രമേയം പാസ്സാക്കുന്നത്, പ്രമേയത്തിന്റെ കോപ്പി നമ്മൾ MLA-ക്ക് കൊടുക്കും, മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കും, മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ പ്രതിഷേധവും പ്രതികരണം. ഇടപ്പള്ളി ടോളിലും BP മനക്കാർ റോഡിലും എല്ലാ വർഷക്കാലത്തും നിരന്തരമായ വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ച് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും വളരെ വലുതാണ്. അധികാരികളോട് പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ പരിഹാരം ഉണ്ടായിട്ടില്ല.
ആയതിനാൽ ബ്രേക്ക് ത്രൂ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് വ്യാപാരികൾ തയ്യാറാകുമെന്നും ഈ പൊതുയോഗം ആവശ്യപ്പെടുന്നു. പ്രമേയം അംഗീകരിക്കാമെങ്കിൽ കൈയടിക്കാം. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് അബ്ദുൾ ഷിഹാർ സ്വാഗതം ആശംസിച്ചു. ജനറൽ സെക്രട്ടറി ഷാജഹാൻ അബ്ദുൽ ഖാദർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ്, ജില്ലാ ട്രഷറർ അജ്മൽ മൂവാറ്റുപുഴ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജിമ്മി ചക്യാത്ത് എന്നിവർ തിരഞ്ഞെടുപ്പ് വരണാധികാരികളായി. ജില്ലാ നേതാക്കളായ KS മാത്യു കോലഞ്ചേരി, റസാഖ് തേവര, ആസീസ് മൂലയിൽ, സുബൈദ നാസർ, നിയോജകമണ്ഡലം നേതാക്കളായ മുഹമ്മദ് സൗത്ത് കളമശ്ശേരി, ബിജീഷ് കുന്നുകര, ദേവസി മന്നുമൽ, രമേശ് കങ്ങരപ്പടി, ഫൈസൽ തോട്ടക്കാട്ടുകര, ഏലൂർ ഗോപിനാഥ്, ജമാൽ സൗത്ത് കളമശ്ശേരി, മംഗൾ കാർത്തികേയൻ, വനിതാ വിംഗ് നിയോജകമണ്ഡലം ട്രഷറർ ബിന്ദു മനോഹരൻ, യൂത്ത് വിംഗ് നേതാക്കളായ നിഷാദ് നെട്ടൂർ, പ്രദീപ് പച്ചാളം, ശ്രീനാഥ് മംഗലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2024-26 വർഷത്തെ യൂണിറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. അബ്ദുൽ അസീസിനെ പ്രസിഡന്റായും ഷാജഹാൻ അബ്ദുൽ ഖാദറിനെ ജനറൽ സെക്രട്ടറിയായും മഹേഷ് പട്ടേലിനെ ട്രഷററായും യോഗം എതിരില്ലാതെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദിന്റെ നന്ദിയോടെ യോഗ നടപടികൾ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.